നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ആയക്കാട് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. കോതമംഗലത്ത് നിന്നും ഒരു 5 കിലോമീറ്റർ കോതമംഗലം കോട്ടപ്പടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആയക്കാട് മഹാദേവ ക്ഷേത്രം. അത് ക്ഷേത്രം ഊരാൻമ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിരുന്നു ആ ക്ഷേത്രം. വളരെ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രമാണ്. അതിവിസ്തൃതമായ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു ശിവക്ഷേത്രമാണ്. നമുക്ക് ആ ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ ആയക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആയക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം. കോതമംഗലം കോട്ടപ്പടി റോഡിൽ കോതമംഗലത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4 ഏക്കറിലധികം വിസ്തീർണം വരുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം കൽപ്പടവുകൾ കയറി ഇവിടെ എത്തിയാൽ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമാണ്. രാവിലെയും വൈകിട്ടും നിത്യപൂജയുണ്ട് ഇവിടെ. ആകർഷണീയമായ മുഖമണ്ഡപത്തിനകത്ത് വലിയ ബലിക്കല്ലുണ്ട്. അവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശങ്ങളിലുമായി 2 വിസ്താരമുള്ള മുറികളും അത് കടന്ന് അകത്തെത്തുമ്പോൾ നമസ്കാര മണ്ഡപവും കാണാം. ഇവിടെ ശിവന് അഭിമുഖമായിരിക്കുന്ന നന്ദിയെയും കാണാം. ഇതിനു മുന്നിലായി പഴമയുടെ പ്രതാപം നിറഞ്ഞു തുളുമ്പുന്ന വശ്യചാരുതയോടെ ശ്രീകോവിൽ ദർശിക്കാം. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തെക്കുഭാഗത്തായി ഉപപ്രതിഷ്ഠയായി ഗണപതിയുമുണ്ട്. നാലമ്പലത്തിൽ തെക്ക് വശത്ത് തിടപ്പള്ളിയും വടക്ക് വശത്ത് അകത്തുനിന്ന് വെള്ളം കോരാവുന്ന കിണറും ഉണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവിനെയും ദുർഗയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ശാസ്താവിന് പാനകപൂജ, ശാസ്താംപാട്ട്, ചിന്തുപാട്ട് എന്നിവയും നടക്കാറുണ്ട്. കൂടാതെ ഭാഗവത സപ്താഹവും നടത്തിവരുന്നു. എല്ലാ വർഷവും കുംഭമാസത്തിലെ രോഹിണി, മകയിരം, തിരുവാതിര ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം ആഘോഷിച്ചു വരുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ആയില്യം നാളുകളിൽ വിശേഷ പൂജകളുമുണ്ട്.
പഴമയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ കൊട്ടാരവും കാണാം. ഇതായിരുന്നു പണ്ടുകാലത്ത് ക്ഷേത്ര ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഓഫീസും പ്രസാദ കൗണ്ടറും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കേരള ഊരാൺമ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം അശമനൂർ വില്ലേജിലെ പാട്ടാളി ഇല്ലം വകയായിരുന്നു. പിന്നീട് കരക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്രഭരണം നടത്തി വരികയും ചെയ്യുന്നു. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിൽ വിവാഹം നടത്താറില്ല. കാരണം ഉഗ്രകോപിയായിട്ടാണ് ഇവിടുത്തെ ശിവന്റെ ഭാവം എന്ന് പരക്കെ വിശ്വസിച്ചിരുന്നു. പിന്നീട് ദേവപ്രശ്നത്തിലൂടെ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തോടെയുള്ള ശങ്കരനാരായണ ഭാവമാണ് ശിവനുള്ളതെന്ന് അറിഞ്ഞ് അതിനുശേഷം ഇവിടെ ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ നടന്നു വരുന്നു. അതിനായി ഒരു ഓഡിറ്റോറിയവും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. കിഴക്കേ നടയിലൂടെ ചെന്നാൽ വലിയൊരു പഴക്കമുള്ള ആൽവൃക്ഷം കാണാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല കാറ്റും ലഭിക്കും. ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കുന്നതിന് ഉതകുന്ന ഒരു ഇടം. അവിടുന്ന് താഴേക്ക് പടവുകൾ ഇറങ്ങിയാൽ വിശാലമായ കുളിപ്പുരയോടുകൂടിയ ക്ഷേത്രക്കുളവും കാണാം.